ഹലോ ഗൈസ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഞാനിപ്പോൾ ഉള്ളത് ലക്നസ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്, നോർവേയിലുള്ള. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ വീഡിയോ ഒരു ഫിനോമിനൻ തന്നെ കാണിക്കാനുള്ളതാണ്. ഈ ഒരു ഫിനോമിനൻ്റെ പേരാണ് മിഡ് നൈറ്റ് സൺ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം രാത്രി 12:15 എന്നിട്ടും ഇവിടെ എത്രമാത്രം ലൈറ്റാണ് നോക്ക്. സത്യം പറയാൻ ഇവിടെ ഒരു 8:30 ആയപ്പോൾ കറക്റ്റ് സൂര്യപ്രകാശം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫിനോമിനാണ് ഈ വീഡിയോയിൽ മുഴുവനായി കാണിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇവിടുത്തെ ഷട്ടിൽ ബസ് രാത്രി 9:30 ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു സിറ്റിയാണ്. എന്ന് വെച്ചാൽ ആകെ ഒരു 4000 താഴെ പോപ്പുലേഷൻ തന്നെ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റിയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന എന്താ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഗൈസ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പ് ഇതാ ബാക്കിലുണ്ട്. നമ്മളെ അന്നമാണ് അത്. അപ്പോൾ ഞങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങി, ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി മലേൻ്റെ മുകളിൽ കയറിയിട്ടുള്ള അവിടുത്തെ വ്യൂ, ഒരു ചെറിയ ബീച്ചുണ്ട്, അവിടെയൊക്കെ പോകണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അറിയില്ല, ജസ്റ്റ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം തണുപ്പില്ല, വിചാരിച്ച മാതിരി വലിയ തണുപ്പില്ല, എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് താനും. ഗൈസ്, ഞങ്ങൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പം തന്നെ ഞങ്ങളെ കണ്ടത് ഇതാ ഈ ഒരു സംഭവമാണ്. ഇത് ഫിഷ് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഉള്ള ശരിക്കത്തെ മീൻ തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ, ശരിക്കത്തെ മീൻ തന്നെയാ അല്ലേ? അല്ലാ, പല്ലൊക്കെ നോക്ക്. ഇത് ശരിക്കും ഭയങ്കര ഡ്രൈ ആയിട്ടേ, ഇത് ഈ തണുപ്പത്ത് തന്നെ വെച്ചതുകൊണ്ട് ഒരിക്കലും ചീഞ്ഞൊന്നും പോകില്ല. അത് വേറെ കാര്യം. കാരണം കണ്ണൊക്കെ നോക്ക്, പല്ല്. അല്ലാ, അടിപൊളി സാധനം. ഇതിൻ്റെ അകത്തെ സാധനങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഭൂലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെന്നാണ് തിലകൻ സാറ് മറ്റേ സ്ഫടിക സിനിമയിൽ പറഞ്ഞത്. അതെന്താ പറഞ്ഞത് എനിക്കറിയില്ല സത്യം പറഞ്ഞാലും. പക്ഷേ ഇവിടെ നോർവേയിൽ, ഇവിടെയുള്ള രാജ്യങ്ങളിൽ, അതായത് ആർട്ടിക് സർക്കിളിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളിൽ, നോർത്ത് പോലുള്ള രാജ്യങ്ങളിൽ സമ്മർ സീസണിൽ എപ്പോഴും സൂര്യപ്രകാശം ഉണ്ടാവും. ഈ ഒരു ഫിനോമിന തന്നെയാണ് മിഡ് നൈറ്റ് സൺ എന്ന് പറയുക. അതുകൊണ്ടാണ് ഇവിടെ രാത്രി ഈ ഒരു നേരമായിട്ടും ഫുള്ള് ലൈറ്റ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാണ് ജീവിക്കാമെന്ന് എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ പോർട്ടാ കേട്ടോ. ഇവിടെ വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. ഇവിടുത്തെ നോർവേജിയൻ ഭാഷയിലാണ് എഴുതിയത്. എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. വെള്ളമൊക്കെ നോക്ക്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. നമുക്ക് കാണാം, എല്ലാം അടി വരെ കാണാം. നല്ല അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫുള്ളായിട്ട്. എടാ, അങ്ങോട്ട് നോക്കടാ. നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കേട്ടോ ജെറിനും ജാനും. ഹൈക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയൊരു മലയാണ്. ഞങ്ങളത് കയറിയിട്ട് അതിൻ്റെ മുകളിലുള്ള പനോരാമിക് വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഒരു ബീച്ചിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. ശരിക്കും ഞങ്ങളെ ഷിപ്പിൻ്റെ മുകളിലിരുന്നാൽ ആ ഒരു വ്യൂ ഫുള്ള് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യൂ കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആ മലേൻ്റെ മുകളിൽ കയറിയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ചേട്ടാ, ഗൈസ്, അത് ഞാൻ പറഞ്ഞ മാതിരി ഇവിടുത്തെ ബയോ സെൻ്ററാണ് കേട്ടോ. മറ്റേ റീസെർച്ചിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ആർക്കിടെക്ചറല്ലേ അത്. ശരിക്കും നമ്മളെ അവഞ്ചേഴ്സിൻ്റെ ഒക്കെ ടവർ കിടത്തി വെച്ച പോലെയൊക്കെ ഉണ്ട്. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. രാത്രി പുറത്തേക്ക് ഇറങ്ങിയ ശരിക്കും പറഞ്ഞാൽ മുതലായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളങ്ങനെ വലിയ എക്സ്പെക്ടേഷനിലൊന്നും വന്നതല്ല. പക്ഷെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ശരിക്കും അങ്ങോട്ട് റീഫ്രഷ് ചെയ്യിപ്പിക്കും. ഭയങ്കര ക്യൂട്ടാട്ടോ. അത്രയും പ്രായമായിട്ടും അവര്
ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നേരെ നിന്നപ്പോണ്ട് അവർ രണ്ടുപേരും ഷിപ്പിൻ്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അവർ ഞങ്ങൾ പാസഞ്ചറാണ്. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ച്. നമ്മളെ ഷിപ്പിൽ ഇങ്ങനെ തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ, ഒരുപാട് പ്രായമായവർ തന്നെ. അത് ശരിക്കും നമ്മളെ നാട്ടിലുള്ള പോലെ കുറച്ച് പ്രായമായാലും വീട്ടിലിരിക്കുക എന്നുള്ള സിസ്റ്റം ഞാൻ കണ്ട പൊതുവെ ബ്രിട്ടീഷുകാർക്ക് തീരെ ഇല്ല. അവർക്ക് വയസ്സായാലും വയസ്സായില്ലെങ്കിലൊക്കെ അവരവരുടെ ലൈഫ് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതിന് പല കാരണം ഉണ്ടാവും, അവർക്ക് പെൻഷനൊക്കെ ഉണ്ടാവും, അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇവർ ലൈഫ് മാക്സിമം എൻജോയ് എല്ലാ കാലത്തും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പണിയെടുത്തിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാരേത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ആ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ബീച്ചുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ ബീച്ചിലേക്ക് പോയി കൊണ്ടൊക്കെയാണ്. വളരെ ചെറിയ ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ ദൂരം നിന്ന് കണ്ടപ്പോൾ അവിടെ പോയിട്ട് അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ്. വീഡിയോ മുഴുവൻ കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, അടേ ഇത് വിചാരിച്ച മതിയില്ല. ഹായ്, അടിപൊളി. അതാ ലേസൂരി പോയടാ. ഇത് കണ്ടിട്ട് നിലം പോലെ ഇല്ലേ, പക്ഷെ ഇത് ഇവിടുത്തെ വെള്ളമാണ്. എന്ത് ക്ലിയർ വാട്ടർ അല്ലേ. അയ്യോ അടിപൊളി. അയ്യോ കാല് പോയി. ഹൈ വീടല്ലടാ കുട്ടാ. ഗൈസ്, അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ശരിക്കും 1:30 അപ്പോൾ എനിക്ക് നാളെ രാവിലെ 6:10 ഡ്യൂട്ടിയാണ്. 6:10 ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വെറുതെ പറയാമെന്ന്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ടീമിനോട് ചോദിച്ചാൽ മതി ഡ്യൂട്ടിയൊക്കെ എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ സമയം കണ്ടുപിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെയും സമയം കണ്ടിച്ചാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവിടുന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.